സിറിയയിലെ ബാഷർ അൽ അസദ് ഭരണകൂടം നിലംപതിച്ചതിന് പിന്നാലെ നരനായാട്ടാരംഭിച്ച IS ഭീകരർ. അസദ് സർക്കാരിലെ നിരവധി സൈനികരെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ IS ഭീകരർ കൊലപ്പെടുത്തിയെന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു. കഴിഞ്ഞ ദിവസം മാത്രം ഹോംസിന് സമീപമുള്ള പട്ടണത്തിൽ അസദിന്റെ സർക്കാരിൽ സൈനികരായിരുന്ന 55-ലധികം ആളുകളെയാണ് IS ഭീകരർ കൊലക്കത്തിക്കിരയാക്കിയത്. കിരാതമായ കൊലപാതകം സിറിയയിൽ തുടരുകയാണ്. IS ഭീകരർ സിറിയ ശരീഅത്ത് നിയമത്തിലേക്ക് പോകുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. സിറിയയിൽ മതഭരണം പുനഃസ്ഥാപിക്കുകയാണ് വിമത സൈന്യം. HTSന്റെ നേതാവായ മുഹമ്മദ് ബാഷിറിനെ ഇടക്കാല പ്രധാനമന്ത്രിയായി വിമത സൈന്യം നിയോഗിച്ചു. ശരീഅത്ത് നിയമത്തിൽ ബിരുദാനന്തര ബിരുദമുള്ള അവഗാഹമുള്ള ബാഷിർ അധികാരത്തിലെത്തുന്നതോടുകൂടി വീണ്ടും സിറിയ ഇസ്ലാമിക ഭീകരതയുടെ ഇരുണ്ട യുഗത്തിലേക്ക് പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അസദ് സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചവരെയെല്ലാം ഒന്നിച്ചുകൊണ്ട് ഭരണം മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് HTSന്റെ നേതാക്കൾ നേരത്തെ വ്യക്തമാക്കിയത്. എന്നാൽ ജനങ്ങൾക്ക് സുരക്ഷയും സമാധാനവും വാഗ്ദാനം ചെയ്ത വിമതസേന അധികാരമേറ്റ് മണിക്കൂറുകൾക്കുള്ളിലാണ് സിറിയയിലുടനീളം കിരാതമായ നരഹത്യ അരങ്ങേറിയത്. ISന്റെ നരഹത്യ IS തുടരുകയാണ്. അസദ് സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള മുഴുവൻ ആളുകളെയും പിടിച്ചുകൊണ്ട് അവരെ വെടിവെച്ച് കൊല്ലുകയും അവരെ കഴുത്തറത്ത് കൊലപ്പെടുത്തുകയും ചെയ്യുകയാണ് IS ഭീകരർ എന്നുള്ള വിവരം പുറത്തു വരുന്നു. അതിന് പിന്നാലെയാണ് വീണ്ടും സിറിയയിൽ മതഭരണം ശരീഅത്ത് ഭരണം നടപ്പാക്കാനുള്ള നിർദ്ദേശം വിമത സൈന്യം നൽകിയതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. വളരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ ഇസ്രായേലിന് ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അതിർത്തിക്ക് പുറത്തേക്ക് വിമത സൈന്യത്തിന്റെ കടന്നാക്രമണം ഉണ്ടാതിരിക്കാൻ വേണ്ടി അസദ് ഭരണകൂടം നിലം പതിക്കുന്നതിന് മുൻപ് തന്നെ ഇസ്രായേൽ സിറിയ അതിർത്തിയിൽ ഇസ്രായേൽ കനത്ത ജാഗ്രത പുലർത്തി. ഉടനീളം സൈനിക വിന്യാസം നടത്തി, ഉടനീളം കിടങ്ങുകൾ നിർമ്മിച്ചു. ഒപ്പം വലിയ സേനാ വിന്യാസവും ആ പ്രദേശത്തെ ഉണ്ടായിരുന്നു. അതുമാത്രവുമല്ല, അസദ് ഭരണകൂടം നിലം പതിച്ചു. പിന്നാലെ വിമത സൈന്യം ഡമാസ്കസിന്റെ നേതൃത്വം ഏറ്റെടുത്തതിന് തൊട്ടു പിന്നാലെ തന്നെ സിറിയയുടെ 480 കേന്ദ്രങ്ങളിലേക്കാണ് 48 മണിക്കൂറിനുള്ളിൽ ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായത്. വ്യോമാക്രമണത്തിൽ സിറിയയുടെ വ്യോമ ബേസ് ക്യാമ്പുകൾ തകർത്തു, സൈനിക ക്യാമ്പുകൾ തകർത്തു, നേവൽ ബേസുകൾ തകർത്തു, 15ഓളം പടക്കപ്പലുകൾ തകർത്തു, നിരവധി ഫൈറ്റർ ജെറ്റുകൾ തകർത്തു, നിരവധി ആയുധശാലകൾ കത്തിച്ചു, ഡ്രോൺ ഉൽപാദന കേന്ദ്രങ്ങൾ തകർത്തു, ഹെലികോപ്റ്ററുകൾ തകർത്തു. അങ്ങനെ സൈന്യത്തിന്റെ 80-85% ആയുധങ്ങളും നിർവീര്യമാക്കി കളഞ്ഞിരിക്കുന്നു ഇസ്രായേലി സേന. ഇതിന് വളരെ കൃത്യമായ ഒരു കണക്കുണ്ട്. കാരണം ഈ ആയുധങ്ങൾ അവിടെ അവശേഷിച്ചാൽ അത് ചെന്നെത്തുക ഇസ്ലാമിക ഭീകരവാദികളുടെ കയ്യിലായിരിക്കും. ആ ആയുധങ്ങൾ ചെന്നെത്തുക ISന്റെ കയ്യിലായിരിക്കും. ISന്റെ കയ്യിൽ ഈ ആയുധങ്ങൾ കിട്ടിയാൽ ലോകത്തിന്റെ സമാധാനം തന്നെ നഷ്ടമാകുമെന്ന് കൃത്യമായി ഇസ്രായേലിനറിയാം. അതുകൊണ്ടാണ് ഇസ്രായേൽ കരുതിക്കൂട്ടിയുള്ള ആക്രമണം സിറിയയിലേക്ക് നടത്തിയത്. സിറിയയുടെ ബേസ് ക്യാമ്പുകൾ, ആയുധപ്പുരകളൊക്കെ തന്നെ രാത്യുരാമാനം കത്തിച്ചു. ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ സിറിയയെ നശിപ്പിച്ചു, കത്തിച്ച് ചാരമാക്കി. ഡമാസ്കസിൽ പൊടിയും പുകയും മാത്രം അവശേഷിച്ചു. ഇതാണ് ഇസ്രായേലിന്റെ ദീർഘവീക്ഷണം. ഇസ്രായേലിനറിയാം സിറിയ ഒരിക്കലും ഇനി പഴയ സിറിയ ആകില്ല. പഴയ സിറിയ തന്നെ ഇസ്ലാമിക ഭീകരവാദത്തിന് ഏറ്റവും കൂടുതൽ വളക്കൂർ ഉണ്ടായ മണ്ണാണ്. ഇറാനിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങി ലോകത്തുള്ള എല്ലാ ഇസ്ലാമിക ഭീകരവാദികൾക്കും സപ്ലൈ ചെയ്ത രാജ്യങ്ങളിലൊന്നാണ് സിറിയ. ആ സിറിയ ആയിരിക്കില്ല ഇനി ഉള്ള സിറിയ, അതിനേക്കാൾ അപകടകാരികളായിട്ടുള്ള രാജ്യമായിരിക്കും. അതുകൊണ്ട് തന്നെ അതിർത്തിയിൽ ഏത് നിമിഷവും പ്രകോപനങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ അതിർത്തിയിൽ ആദ്യമേ കാര്യമായ പ്രതിരോധം തീർക്കുകയാണ് ഇസ്രായേൽ. ഹമാസിനെ പോലെ ഇനി HTS വളരരുത്. ഹമാസിനെ പോലെ ഹമാസ് ഗാസയിൽ എങ്ങനെയായിരുന്നതോ അങ്ങനെ ആകരുത് സിറിയ. ഹിസ്ബുള്ളയെ പോലെ വളരരുത് സിറിയയിലെ ഇനിയുള്ള ഇസ്ലാമിക ഭീകരവാദികൾ. അതുകൊണ്ട് മുളയിലെ നുള്ളുക എന്ന നയം തന്നെയാണ് സ്വീകരിച്ചത്. അതുകൊണ്ടാണ് ആദ്യമേ 480 കേന്ദ്രങ്ങളിലേക്ക് സിറിയയിലേക്ക് ആക്രമണം നടത്തിയത്. ഇപ്പോൾ ഇതാ മറ്റു ചില വാർത്തകൾ കൂടി പുറത്തേക്ക് വരികയാണ്. സിറിയ പിടിച്ചെടുത്ത വിമത സൈന്യം ഡമാസ്കസിന് സമീപമുള്ള പ്രധാനപ്പെട്ട ഒരു വെയർ ഹൗസ്, പ്രസിഡന്റായിരുന്ന ബാഷർ അൽ അസദിന്റെ സഹോദരന്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ഒരു വെയർ ഹൗസ് പിടിച്ചെടുക്കുകയും അവിടെ നിർമ്മിച്ചിരുന്ന മരുന്നുകളുടെ ഒരു വമ്പൻ ശേഖരം കണ്ടെടുക്കുകയും ചെയ്തിരിക്കുന്നു.
ക്യാപ്റ്റഗൺ അടക്കമുള്ള മരുന്നുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട വെയർഹൌസും ഫാക്ടറിയുമാണ് പിടിച്ചെടുത്തത്. സിറിയയിൽ നിന്ന് പ്രധാനമായും സമ്പന്നമായ ഗൾഫ് മേഖലകളിലേക്ക് മയക്കുമരുന്നുകൾ കടത്തുന്ന ഒരു വെയർഹൌസ് ആയിരുന്നു ഇത് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. ക്യാപ്റ്റഗൺ അടക്കമുള്ള ആംഫെറ്റാമൈനുകൾ, അതായത് IS, ഹമാസ്, ഹിസ്ബുള്ള അടക്കമുള്ള ഭീകരവാദികൾ, തീവ്രവാദികൾ നിരന്തരമായി ഉപയോഗിക്കുന്ന ഒരു മയക്കുമരുന്നാണ് ആംഫെറ്റമൈൻ. ആ ആംഫെറ്റമൈൻ മയക്കുമരുന്ന് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയാണ് ഡമാസ്കസിൽ ഉണ്ടായിരുന്നത്. ആ ഫാക്ടറി നടത്തുന്നതാകട്ടെ ബാഷർ അൽ അസദിന്റെ കുടുംബമാണ്. ബാഷർ അൽ അസദിന്റെ സഹോദരൻ്റെതാണ് ഫാക്ടറി. ഈ ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന വൻതോതിലുള്ള മയക്കുമരുന്ന് ക്യാപ്സ്യൂളുകൾ, ആ മയക്കുമരുന്ന് ക്യാപ്സ്യൂളുകൾ ഗൾഫ് രാജ്യങ്ങളിലേക്ക് എണ്ണപ്പണം കൊണ്ട് കളിക്കുന്ന ഗൾഫ് മേഖലകളിലേക്ക് കടത്തിവിടുന്നു. ഗൾഫ് മേഖലകളിലെ ചെറുപ്പക്കാർ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ലോകത്തുള്ള ഇസ്ലാമിക ഭീകരവാദികൾക്കെല്ലാം തന്നെ ഈ മയക്കുമരുന്ന് എത്തിച്ചു കൊടുക്കുകയാണ്. ഈ മയക്കുമരുന്നിന് ഹമാസും IS-ഉം ഒക്കെ ചില ഓമന പേരുകൾ കൂടി നൽകിയിരിക്കുന്നു. IS മയക്കുമരുന്നെന്നാണ് ഈ മയക്കുമരുന്നിന് ഹമാസും IS-ഉം ഒക്കെ നൽകിയിരിക്കുന്ന പേരുകൾ. അതായത് ഭീകരവാദികൾക്ക് സ്ഥിരമായി ഉപയോഗിക്കാൻ മയക്കുമരുന്ന് പോലും നിർമ്മിച്ചു നൽകിയിരുന്ന രാജ്യമാണ് സിറിയ. അപ്പോൾ ആഗോള ഭീകരവാദത്തിനെ നിയന്ത്രിച്ചിരുന്ന രാജ്യം. ആ മയക്കുമരുന്ന് ഫാക്ടറി ഇപ്പോൾ പിടിച്ചിറക്കിയിരിക്കുന്നു വിമതസേന എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. കോടിക്കണക്കിന് ഡോളറുകളാണ് ഈ മയക്കുമരുന്ന് വ്യാപാരത്തിലൂടെ ബാഷർ അൽ അസദിന്റെ കുടുംബം നേടിയെടുത്തത്. കഴിഞ്ഞ 50 വർഷക്കാലമായി സിറിയയുടെ ഭരണം കൈയാളിയിരുന്ന ബാഷർ അൽ അസദ് ഏറ്റവും സമ്പന്നമായ ജീവിതമാണ് നയിച്ചിരുന്നത് എന്ന വാർത്തകളും പുറത്തു വരുന്നു. അസദ് ഭരണകൂടം നിലംപതിച്ചതിന് പിന്നാലെ അസദും കൂട്ടാളികളും മോസ്കോയിലേക്ക് രഹസ്യമാർഗത്തിലൂടെ കടന്നു എന്ന വിവരം വിമത സൈന്യത്തിന് ലഭിച്ചിരുന്നു. പിന്നാലെ ഡമാസ്കസിലുള്ള അസദിന്റെ കൊട്ടാര സദൃശ്യമായ ബംഗ്ലാവ്, ആ കൊട്ടാര സദൃശ്യമായ ബംഗ്ലാവിലേക്ക് വിമത സൈന്യം ഇരച്ചു കയറി. 31,600 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഏറ്റവും ആധുനികമായി നിർമ്മിച്ച, ഏറ്റവും പോഷായി നിർമ്മിച്ച ഒരു കൊട്ടാരമായിരുന്നു അസദ്. സ്വന്തം ജനത പട്ടിണിയും പരിവട്ടവും തീവ്രവാദവും കൊണ്ട് പൊറുതി മുട്ടുമ്പോൾ മയക്കുമരുന്നും ആയുധ കച്ചവടവും നടത്തി ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട സമ്പന്നരുടെ പട്ടികയിലേക്ക് എത്തിപ്പെട്ട അസദ് നയിച്ചിരുന്നത് ഏറ്റവും അത്യാഡംബരപൂർവമായ ജീവിതമായിരുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. കോടിക്കണക്കിന് രൂപ വിലയുള്ള വസ്തുക്കൾ കൊണ്ട് അലങ്കരിച്ച കൊട്ടാര സദൃശ്യമായ വീടുകൾ, ചുമരുകളിൽ ചുവർ ചിത്രങ്ങൾക്ക് തന്നെ കോടികളുടെ വില, നിരവധി നൂറുകണക്കിന് എണ്ണം യന്ത്രത്തോക്കുകൾ, അതുമാത്രവുമല്ല ആഡംബരത്തിന്റെ അവസാന വാക്ക് എന്ന് പറയാവുന്ന കാറുകളുടെ വൻ ശേഖരം. കാറുകൾ ലംബോർഗിനിയുടെ, അതുപോലെ ഏറ്റവും മുന്തിയ ഇനം കാറുകളടക്കം സ്വന്തം കാർ പോർച്ചിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്വന്തം കിടപ്പുമുറികൾ പോലും അലങ്കരിച്ചിരുന്നത് കോടികൾ വിലയുള്ള സ്വർണ്ണ തളിക കൊണ്ടായിരുന്നു. അതുപോലെ സ്വർണ്ണ പാത്രങ്ങൾ, ആ വാഷ് ബേസിനുകൾ പോലും കോടിക്കണക്കിന് വിലയുള്ളത്, ബാത്തപ്പുകൾ പോലും കോടിക്കണക്കിന് വിലയുള്ളത്. അങ്ങനെ സമ്പൂർണമായി ഏറ്റവും പോഷായ അത്യാഡംബരമായ ജീവിതമായിരുന്നു ബാഷർ അൽ അസദ് ഡമാസ്കസിൽ നയിച്ചു വന്നത് എന്നതിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്നു. ബാഷർ അൽ അസദിൻ്റെ കൊട്ടാരത്തിൻ്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ്. അത് തന്നെ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇത്രത്തോളം ആഡംബരപൂർവമായ ജീവിതമാണ് അസദ് നയിച്ചിരുന്നത് എന്നതിൻ്റെ തെളിവുകളാണ് പുറത്തു വരുന്നത്. ഒരു ഭാഗത്ത് സിറിയൻ ജനത നരകയാതന അനുഭവിക്കുമ്പോൾ മറുഭാഗത്ത് ആയുധങ്ങൾ വിറ്റും മയക്കുമരുന്ന് വിറ്റും അസദും കുടുംബവും വൻതോതിലുള്ള പണം സമാഹരിച്ചിരുന്നു എന്ന വാർത്തകൾ ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്.